വൈ ഓൾവേസ് അഗൈൻസ്റ്റ് സഞ്ജു റൈറ്റ്. സോ ഒന്നും അല്ലാതെ ലാസ്റ്റ് ഇറങ്ങി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. സോ ആ ഒരു ഫീലിംഗിലേക്ക് തന്നെയാണ് ഇപ്പൊ സഞ്ജു പോകുന്നതെന്ന് എനിക്ക് സംശയം. എന്തൊരു ലക്കിനാണ് സഞ്ജുവിനെ എനിക്ക് തോന്നുന്നത് ആ സ്ക്വാഡിൽ തന്നെ ആഡ് ചെയ്തത്. ഗാംബീർ ഉള്ളതുകൊണ്ട് മാത്രമാണ് സഞ്ജു ഇപ്പോഴെങ്കിലും ടീമിൽ നിന്ന് പോകണം ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ കോച്ചും പ്ലേയേഴ്സും തമ്മിലല്ല മെയിൻ ആയിട്ട് പ്രശ്നം. കോച്ചും സെലക്ഷൻ കമ്മിറ്റി, ലൈക് മാനേജ്മെന്റ് വേഴ്സസ് സെലക്ഷൻ കമ്മിറ്റിയാണ് പ്രശ്നം. സഞ്ജുവിന്റെ ഗ്രാഫ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സിന് കൊടുക്കുന്ന ആ ഒരു പരിഗണന സഞ്ജുവിന് കിട്ടുന്നില്ല എന്നുള്ള ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൂടുതൽ ക്രോസ് ബാറ്റ് ഷോട്ട്സ് കളിക്കാൻ പോണം. ഇന്ത്യയിൽ ഇപ്പൊ ആകെ കൂടി ടെക്നിക്കൽ ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയാനുണ്ടെങ്കിൽ T20 KL രാഹുൽ. നമ്മുടെ മീഡിയ അതിനെ വളച്ചൊടിച്ചിട്ട് അത് ഇപ്പോ ടീമിലെടുക്കാത്തതിന് റീസൺസ് ഇതൊക്കെയാണെന്ന് തെറിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന സംഭവമായിട്ടാണ് പറയുന്നത്. സഞ്ജുവിന്റെ ഭാഗത്ത് വലിയ അറ്റംപ്റ്റുകൾ ഇല്ല. 5 innings എന്നാണ് സഞ്ജു അന്ന് 360 റൺസ് സംതിങ് അടിച്ചെടുത്തത്. ഋഷഭ് പന്തിന് ബാക്ക് ചെയ്തപോലെ ബാക്ക് ചെയ്യുന്നുണ്ടോ? ഋഷഭ് പന്തിന് ബാക്ക് ചെയ്തപോലെ നാസിക് ദോളായിട്ടാണ് ഹർഷദീപ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സിംബാബ്വെ ടൂറിസ്റ്റ് ബെസ്റ്റ് ചാൻസ് ആയിരുന്നു BCCIക്ക് സഞ്ജുവിനെ ഓഫർ ചെയ്യാൻ പറ്റിയത്. ഐ സ്റ്റിൽ ബിലീവ് ഗാംബിയർ സഞ്ജുവിനെ ബാക്ക് ചെയ്യും. SN കോളേജ് 2019 നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അതിപ്പോഴും 2026 വരെ നമ്മൾ ഓരോ സ്പോർട്സ് മാച്ചസ് വരുമ്പോഴും നമ്മൾ ആക്റ്റീവായി ഇത്രയും കാലം അത് വരുന്നത് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2019 തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ഗ്രൂപ്പാണ് നമ്മളെല്ലാവരും. എൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടിയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഇത്രയും കാലം നിലനിന്ന് പോയാൽ തന്നെ എനിക്ക് സന്തോഷം. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തായാലും വാട്സപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ സഞ്ജു സാംസൺ, സഞ്ജുവിന്റെ കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അപ്പൊ അതൊക്കെ തന്നെയാണ് ടോപ്പിക്. താങ്ക്സ് വിഷ്ണു. സോ നമ്മളത് തുടങ്ങണമെന്ന് കുറെ നാളെ പറഞ്ഞുകൊണ്ടിരിക്കണു. സോ ഇതാണ് കറക്റ്റ് ടൈം തോന്നുന്നു. ടൈം വന്ന് ചേർന്നു, നമ്മൾ തുടങ്ങുന്നു. സോ നമ്മൾ ഇന്നും ഡെയിലി ഇന്ന് സ്പോർട്സ് ചർച്ച ചെയ്യുന്നവരാണ്. സ്പോർട്സ് ഓൾസോ പൊളിറ്റിക്സ്. ബട്ട് സോ നമ്മൾ അപ്പോഴാണ് തീരുമാനിച്ചത് ഓക്കെ വൈ ഷുഡ് വി കൻ മൂവ് ടു യൂട്യൂബ് റൈറ്റ്. സോ നമ്മൾ ഇന്നും ഡെയിലി വാട്സപ്പിൽ ബ്ലാ 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 പറയുന്നതിന് പകരം അതേ പോയിന്റ് നമുക്ക് ഇവിടെ വന്ന് പറയാം. ഓക്കെ, നമുക്ക് അറിയുന്ന ഒരു വിഷൻ അല്ലെങ്കിൽ ഇതൊരു നമുക്കൊരു ഡോക്യുമെന്റ് ആക്കി നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചറിലാണെങ്കിലും ചുമ്മാ കണ്ടിരിക്കാനാണെങ്കിലും ഇറ്റ് വിൽ ബി മോർ, ഐ തിങ്ക് മോർ ഹാപ്പിനെസ്. സോ ദിസ് ഈസ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതിൽ ആരും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കലോ എന്നായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അറിവിന്റെ പരിമിതികൾ കൂടി ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ഇതുണ്ടാവും. അതെ, ഇതില് എന്തായാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള തർക്കമില്ല. സോ തെറ്റുകൾ വേണം, അപ്പൊ നമ്മളത് തിരുത്തിക്കൊണ്ടിരുന്നതാണ് ഞാൻ പറയുന്നു. സോ നമ്മളിത് മെയിൻ ആയിട്ട് ഇത് പറയാനുള്ള കാരണം ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു 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 വൈ ഓൾവേസ് അഗൈൻസ്റ്റ് സഞ്ജു റൈറ്റ്. ഇത് എപ്പോഴും സഞ്ജുവിനെതിരെ ആണെന്ന് നമുക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ പല പ്ലേയേഴ്സും ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഇപ്പൊ എന്തിനെതിരെ അധികം പറയണു അല്ലെ, ലൈക്ക് വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഓൾസോ ഫേസിങ് സം സെയിം സിറ്റുവേഷൻ ലൈക്ക് ദിസ്. സോ ലാസ്റ്റ് ടൈം അജിൻക്യ രഹാനെ ആ ഒരു കരഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടോ പോലും യഥാർത്ഥ ഒരു ക്രിക്കറ്റ് ഫാൻ അല്ലെങ്കിൽ സ്പോർട്സ് ഫാൻ അല്ലെങ്കിൽ സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരു ഫാൻ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്കത് മനസ്സിലാവും ഹൗ ഇറ്റ് ഇസ് ആക്ച്വലി റിയലി ഹാർഡ് റൈറ്റ് ടു സീ സച്ച് എ ഗ്രേറ്റ് മാൻ. സോ ഒന്നും അല്ലാതെ ലാസ്റ്റ് ഇറങ്ങി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. സോ ആ ഒരു ഫീലിംഗിലേക്ക് തന്നെയാണ് ഇപ്പൊ സഞ്ജു പോകുന്നതെന്ന് എനിക്ക് സംശയം. ലൈക്ക് ഒരു വേൾഡ് കപ്പ് ചാമ്പ്യൻ, അല്ലെങ്കിൽ നമുക്ക് ആ വേൾഡ് കപ്പ് ഓൾറെഡി നമ്മൾ 2 വട്ടം എടുത്തതാണ്. പക്ഷെ 3ാമത്തെ വട്ടം നമ്മൾ എടുക്കോ ഇല്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതൊരു സിംഗിൾ ഹാൻഡ്ലി അല്ലെങ്കിൽ സിംഗിൾ ഷോൾഡറിൽ എടുത്തുകൊണ്ടുപോയി നമുക്കൊരു ഇട്ടറി തന്നൊരു മനുഷ്യനാണ്. ന്യൂസിലാൻഡ് ആയിട്ടുള്ള സീരീസ് അതിലാണ് സഞ്ജു ശരിക്കും ബാക്കൗട്ട് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ന്യൂസിലാൻഡ് സീരീസിൽ സഞ്ജുവിന് ഫോം ആവാൻ പറ്റിയില്ല. ദെൻ അത് കഴിഞ്ഞു ടീമിലേക്ക് എന്തൊരു ലക്കിനാണ് സഞ്ജുവിനെ എനിക്ക് തോന്നുന്നത് ആ സ്ക്വാഡിൽ തന്നെ ആഡ് ചെയ്തത്. അവിടെ നിന്നാണ് പിന്നെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ തന്നെ ഇന്ത്യ നമ്മൾ ഇത്രയും കാലം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ അത് തന്നെ വേണ്ടെന്ന് വെച്ച് ടോട്ടലി ഓപ്പണിംഗ് തൊട്ട് 1 down 2 down വരെ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു. അവിടെ ഒന്ന് ക്ലിക്ക് ആവാണ്ട് റിങ്കു, ഇപ്പൊ അലൻ പറഞ്ഞ പോലെ തന്നെ റിങ്കുവിന് ആ ഇഞ്ചുറി വന്ന ടൈമിൽ കിട്ടിയ ഒരു ചാൻസ് ആണ്. അവിടെ തിരുത്തുണ്ട്, റിങ്കുവിന്റെ ആയതുകൊണ്ടാണ് ഫാമിലി ഇഷ്യൂ. ഞാൻ നോക്കിയപ്പോൾ അഭിഷേക് ശർമ്മ ആയിരുന്നു ആദ്യം സഞ്ജുവിന് പകരം ടീമിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ അഭിഷേക് ശർമ്മയ്ക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി സഞ്ജുവിന് പകരം എടുത്തത് ഇഷാൻ കിഷനാണ് ടീമിലേക്ക്. കാരണം കിഷൻ ഓർ സഞ്ജു എന്ന് ടോക്ക് ഉണ്ടായിരുന്നേ ഇല്ല. ഞാനിപ്പോ കറക്റ്റ് ആയിട്ടൊരു ലൈവ് പ്രൂഫ് ഞാൻ കണ്ടതാണ് ഈ കളി. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഈ മാച്ച് കാണാൻ പോയതാണ് സ്റ്റേഡിയത്തിൽ. ലാസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ് ആയിരുന്നു. ആ സീരീസിൽ ലാസ്റ്റ് മാച്ച് ആയിരുന്നു.
അതുവരെ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു ആ സീരീസിൽ. ബട്ട് ആ സീരീസിന്റെ അവസാന ഗെയിം വരെ എനിക്ക് തോന്നുന്നു കിഷൻ എന്നൊരു പേര് വേൾഡ് കപ്പിക്ക് ഇല്ല. പക്ഷെ പെട്ടെന്നാണ് ഒരു ബൂമിംഗ് പോലെ കിഷൻ അവിടെ വന്നു. കിഷൻ വേഴ്സസ് സഞ്ജു എയ്തർ വൺ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. എയ്തർ വൺ, ഏതിലും ഒരാള് അങ്ങനെ വരുമ്പോ ഏതൊരു പ്ലെയർ ആണെങ്കിലും അയ്യോ ഇത്ര നാള് ഞാനല്ലേ ആയിരുന്നേ, പെട്ടെന്ന് ഞാൻ തകർന്നു പോയി. എനിക്കൊരു ഇപ്പൊ ഞാൻ വിഷ്ണുവിനെ, ഇപ്പൊ ഞാനാണ് ക്യാപ്റ്റൻ എങ്കിൽ ഞാൻ വിഷ്ണുവിനെ ടീമിലേക്ക് എടുക്കുകയാണ്. സോ വിഷ്ണുവിന് ഒരു 5-10 കളി ഞാൻ തന്നിട്ട് വിഷ്ണു ഫ്ലോപ്പ് ആവണമെങ്കിൽ അതിന്റെ അർത്ഥമുണ്ട്. അല്ലാതെ വിഷ്ണുവിനെ 2 കളി തന്നിട്ട് വിഷ്ണുവിന് അപ്പം തന്നെ ഫ്ലോപ്പാണ്, വിഷ്ണുവിനെ കളിക്കണ്ട, ഞാൻ ഈ വേറെ പ്ലെയർ നോക്കാന്ന് പറയുന്നത് അത് വിഷ്ണുവിന് ടോട്ടലി ഡാമേജ് ആക്കും. സോ വിഷ്ണു അത്രയും ട്രസ്റ്റഡ് തന്നിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും, എനിക്ക് അത്രയും ട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും. അതൊക്കെ ബാധിക്കുന്ന ഒരു സീരീസ് ആണ് അത്. സോ ഞാനന്ന് ലൈവ് കണ്ടതാണ്. അതിൽ ഞാൻ കണ്ടൊരു എക്സാമ്പിൾ ആണ്. ഞാൻ എന്റെ ഫ്രണ്ട്സും അത് കറക്റ്റ് ഒബ്സർവ് ചെയ്തതാണ്. ലാസ്റ്റ് മാച്ച് ഹീസ് നോട്ട് അപ് ടു ദ കോൺഫിഡൻസ്. ആക്ച്വലി ഞാൻ പ്ലെയറിന്റെ ഒരു ഫോം ഒന്നും പറയാൻ നോക്കുന്നില്ല, അത് ഞാൻ ആളല്ല. പക്ഷെ ആള് തീരെ കോൺഫിഡന്റ് ആയിരുന്നില്ല, ഭയങ്കര പ്രഷറിലായിരുന്നു ആള്. വന്നിറങ്ങിയ സിറ്റുവേഷൻ തൊട്ട് മാക്സിമം സൂര്യയൊക്കെ മാക്സിമം കൂളാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഗാംബീറായിട്ട് കളിക്ക് മുൻപ് ഞാൻ കണ്ടതാണ് പിച്ചില് ഗാംബീർ 2 പ്ലേയേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളൂ. ഐ തിങ്ക് 2 പ്ലേയേഴ്സിനെ ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്യാം. 1 അഭിഷേക്, 2 സഞ്ജു. കിഷനടുത്ത് ആൾ സംസാരിച്ചെന്ന് തോന്നുന്നു, എനിക്ക് 100% ഉറപ്പില്ല. പക്ഷെ സഞ്ജുവിനോടും അഭിഷേകിനോടും ആളൊരു 5 മിനിറ്റ് ഗ്രൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടാണ് ആള് പാഡ് ചെയ്യാൻ വിട്ടത്. അത് ഞാൻ കണ്ടതാണ്. സോ അവർക്ക് ഡിസിഷൻ ഉണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, എല്ലാവരും ഗാംബീറിനെ ബ്ലെയിം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഗാംബീർ ഒരിക്കലും സഞ്ജുവിനെ അഗേൻസ്റ്റ് അല്ല. ഗാംബീർ ഉള്ളതുകൊണ്ട് മാത്രമാണ് സഞ്ജു ഇപ്പോഴെങ്കിലും ടീമിൽ നിന്ന് പോകണം ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കിഷനെ ടീമിൽ എടുത്തിട്ട് കൂടെ സഞ്ജുവിനെ ടീമിലേക്ക് പിന്നെയും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. റിങ്കു പോയതിനു ശേഷവും. സോ അതിന് പിന്നിലും ഇപ്പോഴും സ്റ്റിൽ ഐ തിങ്ക് ഗാംബീർ സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ യു. കൺസിസ്റ്റൻസി, ഒരു ചാൻസസിന്റെ കൺസിസ്റ്റൻസി ഇപ്പോഴും ഗംഭീർ വന്നിട്ടും ഒരു മാറ്റൂലല്ലോ. എപ്പോഴും സഞ്ജുവിന്റെ കൺസിസ്റ്റൻസിക്ക് എപ്പോഴും ഒരു ഹൈയും ഒരു ഇതുണ്ടാവും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 4 മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ 2 മാച്ച് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഇതിന് ഞാൻ തന്നെ യൂട്യൂബിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ദിലീപ് പ്രേമചന്ദ്രൻ സാറാണ്. സോ അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പഴയ ജേർണലിസ്റ്റ് ആണ്. സ്റ്റിൽ ഈസ് എ ജേർണലിസ്റ്റ് ഐ തിങ്ക്. സോ ഐ എം സോറി, ഞാനത് കറക്റ്റ് ചെക്ക് ചെയ്തില്ല. യെസ്, ആളൊരു ഇന്റർനാഷണൽ ലെവലിൽ ജേർണലിസ്റ്റ് ആണ്. സോ ആളൊരു പോഡ്കാസ്റ്റിലാണ് ഞാൻ ഈ സാധനം നോട്ട് ചെയ്യുന്നത്. ആളെല്ലാ പോഡ്കാസ്റ്റും മിസ് ചെയ്ത് കാണാറുണ്ട്. സോ ആള് പറഞ്ഞൊരു പോയിന്റ് റീസെന്റ് ആയിട്ട്, ഇവിടെ കോച്ചും പ്ലേയേഴ്സും തമ്മിലല്ല മെയിൻ ആയിട്ട് പ്രശ്നം. കോച്ചും സെലക്ഷൻ കമ്മിറ്റി, മാനേജ്മെന്റ് വേഴ്സസ് സെലക്ഷൻ കമ്മിറ്റിയാണ് പ്രശ്നം. ക്യാപ്റ്റൻ ചർച്ചയിൽ വരെ സഞ്ജുവിന്റെ പേര് ഒന്നും കേട്ടിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അറിയാം, സൗത്ത് ഇന്ത്യൻസിനെ അവർ ക്യാപ്റ്റൻ ആക്കിയില്ല എന്നുള്ളൊരു ദൃഢമായ തീരുമാനം പണ്ട് തൊട്ടേ BCCI എടുത്തിട്ടുണ്ട്. അതെ, നമുക്കൊരു സഞ്ജുവിന് സഞ്ജു ഡിസേർവ് ചെയ്യുന്നുണ്ട് ടീമില്. ഇപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്ന പോലെ ഇപ്പൊ സഞ്ജു, അഭിഷേക് അങ്ങനത്തെ ഒരു കമ്പാരിസണിലേക്ക് എന്നാണ് ആള് പറയുന്നത്. ആള് സംസാരിച്ചിട്ടുള്ള പല എക്സ്പേർട്സും പറയുന്നത് ഇത് തന്നെയാണെന്നാണ്. കാരണം ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല, സെലക്ടേഴ്സും മാനേജ്മെന്റും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. സോ അവിടെ വരുന്ന പ്രശ്നമാണ്. ചിലപ്പോ ഗാംബീർ പറയുന്നത് ഇല്ല എനിക്ക് സഞ്ജുവിനെ വേണം, പക്ഷെ ഇവര് പറയുന്നുണ്ടാവും അഗാർക്കർ അല്ലെങ്കിൽ അവിടെ അഗാർക്കറും ഈ പ്രഗ്യാനോജി തമ്മിലുള്ള എത്രത്തോളം ഇനി ബന്ധമുണ്ടോ നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇവന്മാരും അലമ്പാന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇവിടെ അഗാർക്കറും ഗാംബീറും തമ്മിലൊരു ചർച്ചക്കുറവുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട്. സ്കോഡില് സഞ്ജു നമ്മൾ പറഞ്ഞു ലാസ്റ്റ് 10 ഇന്നിങ്സ് നോക്കാന്നുണ്ടെങ്കിൽ സഞ്ജു 3 ഇന്റർനാഷണൽ സെഞ്ചുറീസ് അടുപ്പിച്ച് സ്കോർ ചെയ്തൊരു പുള്ളിക്കാരനാണ്. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന്റെ ഗ്രാഫ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഒരിക്കൽ പോലും അത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ പോകുന്നില്ല. ഒന്നാമത് നമ്മൾ അറിയാലോ നല്ല രീതിയിലേക്കുള്ള ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ആ ഒരു കോട്ടയുടെ ഇഷ്യൂസ് കാര്യങ്ങളും മിക്സപ്പ് ആയി പോകുന്നുണ്ട് വാട്ടവർ. അപ്പൊ അതിന്റെ ഇടയിൽ സഞ്ജുവിന്റെ കൺസിസ്റ്റൻസി ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു പോയിന്റ് തന്നെയാണ്. കിട്ടുന്ന അവസരങ്ങൾക്കും ഇല്ല കൺസിസ്റ്റൻസി, ചാൻസസിന് പോലും കൺസിസ്റ്റൻസി ഇല്ല. അതെ, അതില്ല. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിലവിലെ ഒരു സാഹചര്യത്തിൽ വേൾഡ് കപ്പ് കഴിഞ്ഞു വന്നു, വേൾഡ് കപ്പ് IPL കഴിഞ്ഞു വന്നു. ആ ടൂർണമെന്റ്സ് എല്ലാം നമ്മുടെ ഇന്ത്യൻ പിച്ചസിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സിന് കൊടുക്കുന്ന ആ ഒരു പരിഗണന സഞ്ജുവിന് കിട്ടുന്നില്ല എന്നുള്ള ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ മാച്ചസ് നോക്കാന്നുണ്ടെങ്കിൽ സഞ്ജു ഫ്ലോപ്പ് ആണ്, ശരിയാണ്, അയർലാൻഡ് സീരീസിൽ ഈ പറഞ്ഞ പോലെ. പക്ഷെ അഭിഷേക് ശർമ്മ ആ സെയിം ഫ്ലോപ്പ് തന്നെയാണ്, ഒരു മാച്ച് ഡക്കുമാണ്. ദെൻ അത് കഴിഞ്ഞ് ഇംഗ്ലണ്ട് സീരീസിൽ എനിക്ക് തോന്നുന്നു സഞ്ജുവിന് ആകെ 2 മാച്ച് അങ്ങാണ്ട് കൊടുത്തിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഇംഗ്ലണ്ട് സീരീസിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് സീരീസിൽ ഒരു മാച്ച് കൊടുത്തിട്ടുള്ളൂ, അത് ലാസ്റ്റ് മാച്ച്. അതാണ് ഞാൻ എടുത്തു പറയാനുള്ള മെയിൻ റീസൺ. അതാണ് ഞാൻ അവിടെയാണ് ഗാംബീറിന്റെ ഒരു പ്രസക്തി പറഞ്ഞത്. എന്നിട്ടും ഗാംബീർ സഞ്ജുവിനെ കളിക്കാൻ ഇറക്കി. സ്റ്റിൽ ലാസ്റ്റ് മാച്ച് ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, സഞ്ജു വേണം, ഒരു മാച്ചിൽ അവനെ കളിപ്പിക്കണം.
അല്ലെങ്കിൽ ആ കോച്ച് കളിപ്പിക്കില്ല. ഇപ്പൊ സത്യം പറഞ്ഞ വൈഭവിനും ഗുണമില്ല, സഞ്ജുവിനും ഗുണമില്ല, രണ്ടുപേർക്കും ഗുണമില്ലാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ എടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആഗ്രഹിക്കുന്നു. വൈഭവിന്റെ ഗുണമില്ല എന്ന് പറയാൻ കാരണം വൈഭവിന്റെ ലാസ്റ്റ് മാച്ചസിന്റെ ഇല്ല ഞാൻ പറഞ്ഞതല്ല. ഇവനൊരു പെർമനന്റ് പൊസിഷൻ ഇല്ലല്ലോ. ഇപ്പോഴും സഞ്ജു ഉണ്ട് ഓപ്പണിങ്ങില്, മനസ്സിലായി. സഞ്ജുവിനെ പിണക്കാനും പറ്റില്ല, അന്നത് വൈഭവിനെ ഇറക്കാനും പറ്റില്ലാത്തൊരവസ്ഥയെ. രണ്ടുപേർക്കും സ്ലോട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ കുറെ ചർച്ചകൾ വന്നു, ഒരു 6 ലെഫ്റ്റ് ഹാൻഡേഴ്സ്. അത് നമുക്ക് വേറെ ടോപ്പിക് സംസാരിക്കാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവൻ ഒരു പോയിന്റ് എടുക്കുന്നത് ഇംഗ്ലണ്ട് പിച്ചും IPL-ഉം. അവിടെ ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് പറയുന്നത്, ലൈക്ക് ഇപ്പോ നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇനിയൊരു സെപ്റ്റംബർ ഒക്കെ, എനിക്ക് തോന്നുന്നു വിഷ്ണുവിന് അറിയാം കറക്റ്റ് ആയിട്ട്, ഇംഗ്ലണ്ടിൽ ഇനി സെപ്റ്റംബർ തൊട്ടാണ് ചിലപ്പോൾ ഒരു വിന്റർ കാലഘട്ടം തുടങ്ങുന്നത്. ഒരു ഓഗസ്റ്റ് അവസാനത്തോടെ അല്ലെങ്കിൽ സെപ്റ്റംബറോട്. അതെ. ആ ഒരു സമയത്തോടുകൂടി ഇങ്ങനെ പിന്നെ അതങ്ങനെ പോയി മഞ്ഞായി മാറും. പതുക്കെ ഡിസംബർ ഒക്കെ എത്തുമ്പോൾ കുളം. ഏറ്റവും ബെസ്റ്റ് ടൈം ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നത്, അതുപോലെ ഏറ്റവും ടഫ് ടൈം ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നതും ഇംഗ്ലണ്ടിൽ ഒരു ജൂലൈ ആ ഒരു മുന്നുള്ള മാസമാണ്. ബിക്കോസ് ബോളേഴ്സിനും കൂടി കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്ന സമയമാണ്. ആ പിച്ചിനൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിരിക്കും പിച്ച്. പിന്നെയുള്ള പിച്ചുകളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഭയങ്കര കുറച്ചുകൂടി മാനുഫാക്ചർ ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറച്ചുകൂടി ഉണ്ടാക്കും. ഇപ്പൊ ഉള്ളത് കുറച്ചുകൂടി നാച്ചുറൽ ആയിരിക്കും തീർച്ചയായും. സോ അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചുകൂടി നല്ലൊരു പിച്ച് ആയിരിക്കും ഉണ്ടാക്കുക. സോ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൂടുതലും ക്രോസ് ബാറ്റ് ഷോട്ട്സ് കളിക്കാൻ പോകണം. ലൈക്ക് IPL എന്താണോ, ലൈക്ക് IPL എവിടെ ബോൾ ഇട്ടാലും ബോൾ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അത് ഒരു ലെവൽ തന്നെയാ പോയിക്കൊണ്ടിരിക്കുള്ളൂ. സോ നിനക്ക് നമ്മൾ പറയില്ലേ, ഈ ഫ്ലിക്കും അല്ല, എന്താ പറയാ, ഗ്ലാൻസും അല്ല, അല്ലെങ്കിൽ ഒരു ഫുൾ ഷോട്ടും അല്ല, അതിനിടയിലൂടെ ആണ് ഈ ക്രോസ് ബാറ്റ് എന്ന് പറയുന്നത്. സോ നിനക്ക് ലൈനിൽ ലെങ്ത് അത്യാവശ്യം അറിയുകയാണെങ്കിൽ, നിനക്ക് ബൗളിന്റെ ബൗൺസ് അത്യാവശ്യം അറിയുകയാണെങ്കിൽ നിനക്ക് കണ്ണു പൂട്ടി സാധനം വീശാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഇംഗ്ലണ്ടിൽ നടക്കില്ല. ഇംഗ്ലണ്ടിൽ ഈ ബോൾ വരുന്നത് മാക്സിമം ചെസ്റ്റിന് താഴെ. സഞ്ജുവിന് മറ്റേ പറയുമ്പോൾ തന്നെ സഞ്ജു പറയുന്ന സാധനം ഉണ്ടല്ലോ, കണ്ണുമൂട്ടി അടിക്കുക ഏട്ടാ, എനിക്ക് വേറെ അതന്നെ വലിച്ചടിക്കാൻ തോന്നുന്നു ചേട്ടാ. ആർച്ചർ വ്യക്തമായി പറഞ്ഞതാണ്. 2 മാച്ച് കഴിഞ്ഞപ്പോ തന്നെ ആർച്ചർ നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന പോലെ പുള്ളിക്കാരൻ പറഞ്ഞത്, നിങ്ങൾ IPL കളിച്ചതല്ല, ഇവിടെ കളി വേറെയാണ്. അതെ. സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടതാണ്, കിഷൻ 2 വട്ടം കൂടെയാണ് ക്രോസ് ബാറ്റിൽ ഔട്ട് ആയിട്ടുള്ളത്. അഭിഷേക് ഔട്ട് ആയിട്ടുണ്ട് ക്രോസ് ബാറ്റ് കളിച്ചിട്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം, ഈ സാധനം ഒന്നെങ്കിൽ ഫുൾ ഷോട്ടിന് ട്രൈ ചെയ്യണം, രോഹിത് ശർമ്മ കളിക്കുന്ന പോലെ. കാരണം ഒരു ചെസ്റ്റിന്റെ ലെവൽ, ആ ലെവലിലേക്കാണ് ബോൾ കൂടുതൽ വരിക. കാരണം അവിടെ ബൗൺസിന്റെ ജഡ്ജ്മെന്റ് വ്യത്യാസമുണ്ട്, ഇന്ത്യയിലെ പോലെയല്ല. സോ ഈ രോഹിത് കളിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിരാട് കോഹ്ലി ഒരിക്കലും മുകളിലേക്ക് കളിക്കാൻ പോവില്ല. ആളുടെ സ്റ്റാൻസ് വ്യത്യാസം ഉണ്ട്. ആള് ഭയങ്കര ഇപ്പോഴാണ് ആള് ഓപ്പൺ ആയിട്ട് സ്റ്റാൻസിലൊക്കെ നിൽക്കാന്ന് പറയുന്നത്. ഒരു 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഓപ്പൺ സ്റ്റാൻസ്, 2018 തൊട്ടായിരിക്കും. സോ അതിന് മുന്നേ ആൾ അങ്ങനത്തെ ഷോട്ട് കളിക്കാൻ പോകല്ല. അപ്പൊ ആള് ബോൾ കളിക്കുന്നത്, ആള് ഗ്രൗണ്ട് ഷോട്ട്സ് കളിക്കാൻ നോക്കും. ആ ബോളിനെ മാക്സിമം പുള്ളി ഇത് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ നോക്കും. പക്ഷെ രോഹിത്തിന് അത് ഇഷ്ടമാണ്. പേസ് എത്രത്തോളം എറിഞ്ഞു, എനിക്ക് പേസ് ഇഷ്ടമാണ്, ഞാനത് പുള്ളി കളിച്ച് നോക്കണം. പക്ഷെ ഇവിടെ ഇവർ ചെയ്ത മെയിൻ പ്രശ്നം, ഇപ്പത്തെ ഇന്ത്യൻ ടീം പറയുന്നത്, പുള്ള് കളിച്ചില്ല, അല്ലെങ്കിൽ കട്ട് ഷോട്ട്സ് കളിക്കാതെ ഇതിന് ക്രോസ് ബാറ്റിലേക്കാണ് പോകുന്നത് ധൃതി കൂട്ടിയിട്ട്. സോ ആ വരുമ്പോൾ മിസ് ഹീറ്റ് ആവും, ക്യാച്ച് ആവും. ഇതന്നെ പരിപാടി, ഇതന്നെ റിപ്പീറ്റേഷൻ. പിന്നെ പറയേണ്ട ഒരാളുണ്ടോ അതില്? ഇന്ത്യയിൽ ഇപ്പൊ ആകെ കൂടി ടെക്നിക്കൽ ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയാനുണ്ടെങ്കിൽ T20 KL രാഹുൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ടീമിലേ ഇല്ല. ആള് ടീമിലേ വേണ്ട. പക്ഷെ ബാക്കി പലരും ഉണ്ട്. അതൊക്കെ നമുക്ക് വേറെ ടോപ്പിക് സംസാരിക്കാം. സോ ഇതാണ് ഒരു മെയിൻ റീസൺ ഞാൻ നോക്കിയത് കണ്ടത്. ഇന്ത്യ വേഴ്സസ് ഒരു ഇംഗ്ലണ്ട് ഒരു ടൂർ പോകുമ്പോൾ ആ പിച്ചിന്റെ ഒരു വ്യത്യാസം മെയിൻ റീസൺ, വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ്. ഇപ്പൊ ഇന്ത്യൻ ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു, ബാറ്റിംഗിൽ. ഓക്കെ. ഇനി എന്തായാലും സഞ്ജുവിന്റെ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ കോൺട്രവേഴ്സീസ് ആയി. നമ്മുടെ പ്രത്യേകിച്ച് മലയാളം ന്യൂസ് ചാനൽസ് അതിനെ വളച്ചൊടിച്ചിട്ട്, മലയാളം ന്യൂസ് ചാനൽസ് അല്ല, എല്ലാ ന്യൂസ് ചാനലും അതിനെ വളച്ചൊടിക്കുന്നതിൽ ഭയങ്കര ഇതാണ്. സഞ്ജു അത് എടുത്തു പറയുന്നുണ്ട്, എല്ലാവരും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്താനുള്ള രീതിയിൽ വളച്ചൊടിക്കുന്നതിൽ സഞ്ജുവിന് അത് എങ്ങനെ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന, ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പൊക്കോട്ട്, അതിനെ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം വേൾഡ് കപ്പിന് മുന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കൂടി പറയാം. സഞ്ജു ബാറ്റ് ചെയ്യുന്നത് സഞ്ജു തന്നെ തീരുമാനിക്കുക എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത്. മാനേജ്മെന്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ ബാറ്റിംഗ് ശൈലി മാറ്റുന്നില്ല. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, അത് വൈറലായതിന്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ പറഞ്ഞതുപോലെ റാറ്റ് റേസിന്റെ ഭാഗമല്ല, ഒരു എലിപ്പന്തയത്തിന്റെ ഭാഗമായിട്ട് ഇനി ഉണ്ടാവുന്നില്ല. സഞ്ജു എടുത്ത് പറയുന്നുണ്ട്, അതിൽ ഇഷാൻ കിഷൻ ആദ്യം ഫോം ആവുന്ന സമയത്ത് സഞ്ജുവിന്റെ പ്ലേസ് അവിടെ പോകുമോ എന്നുള്ളൊരു ഒരു ഭയം അവിടെ ഉണ്ട്. അപ്പം പ്ലേയേഴ്സ് തമ്മിൽ തന്നെ അവിടെ ഒരു ഇത് നടക്കുന്നുണ്ട്. അതിന്റെ തുടർന്ന് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ടീം പ്ലേയേഴ്സ് തമ്മിലല്ല കോമ്പറ്റീഷൻ, ഒപ്പോണൻസ് ആയിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന്. അപ്പൊ ഇതെല്ലാം ഇപ്പോൾ സഞ്ജുവിനെ ടീമിന് എടുക്കാത്തതും ഇതും വെച്ച് കണക്ട് ചെയ്തിട്ട്
ആണ് ഇപ്പൊ എല്ലാവരും കോൺട്രവേഴ്സി നടക്കുന്നത്. സഞ്ജു ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇപ്പൊ ഒരു എലിപ്പാന്തയത്തിൽ സഞ്ജു തയ്യാറല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് സഞ്ജു വേൾഡ് കപ്പിന് മുന്നെടുത്ത ഒരു മൈൻഡ് സെറ്റും മാറ്റം അതൊക്കെയാണ് സഞ്ജു അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ നമ്മുടെ മീഡിയ അതിനെ വളച്ചൊടിച്ചിട്ട് അത് ഇപ്പോൾ ടീമിലെടുക്കാത്തതിന് റീസൺസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് സഞ്ജു പൊട്ടിത്തെറിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന സംഭവമായിട്ടാണ് പറയുന്നത്. നമ്മുടെ പഴയൊരു ഫോർമർ പ്ലെയർ ഉണ്ട്, WV രാമൻ. ഈസ് ലെജൻഡറി പ്ലെയർ ആണ് നമ്മുടെ ഇന്ത്യയുടെ ഓപ്പണർ ബാറ്റ്സ്മാൻ ആണ്. സോ അദ്ദേഹം ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലൈക്ക് സഞ്ജുവിന് മൂവിംഗ് ബോൾസ് കളിക്കാൻ അറിയില്ല, ലൈക്ക് ഫുഡ് സ്റ്റെപ്സ് തന്നെ. സഞ്ജു കൂടുതലും ഈ ബാക്ക് ഫുട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാഷ്ട്രീയ ഒരു 3 വർഷത്തെ ആള് എന്ത് ബോൾ വന്നാലും അപ്പൊ ബാക്ക് ഫുട്ടിൽ പോവാ. ഇത് ആർച്ചർ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തിരുന്നു. നമ്മൾ തന്നെ ഗ്രൂപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് നോക്കിക്കോ ഇത് ആർച്ചറിനുള്ള വിക്കറ്റാണ്. കാരണം ആർച്ചർ പക്കയായിട്ട് റീഡ് ചെയ്തിട്ട് ആർച്ചർ നല്ല എക്സ്ട്രാ ബേസ് പറഞ്ഞിട്ട് ഫുൾ ഷോട്ട് കളിക്കാണ്ട് സമ്മതിക്കില്ല. ബോഡി ലൈനിൽ ബോളറിയും ഔട്ടാക്കും. മിഡ് വിക്കറ്റ് ഫീൽഡറോടും പവർ പ്ലേ തന്നെ ഒരു മിഡ് വിക്കറ്റ് ഫീൽഡറോടും ഫൈനലിലേക്ക് കുറച്ചുകൂടി നീക്കി എടുത്തിട്ട് സ്ക്വയറിലേക്ക് പോലെ നീക്കി എടുത്തിട്ട് അവിടെ അല്ലെങ്കിൽ ഫൈനലിലേക്കിനും ആ ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ 2 ഫീൽഡർ ഇട്ടിട്ട് സഞ്ജുവിനെ തീർക്കും. ഇതാണ് ആർച്ചറിന്റെ പരിപാടിയായിരുന്നത്. ആൾ അതിൽ നിന്ന് കുറച്ച് വേൾഡ് കപ്പ് വരുമ്പോൾ കുറച്ചാൾ മാറിയിരുന്നു, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കളിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല. ആ ഒരു 3 മാച്ചില് ആൾ കൂടുതൽ ഷോട്ട്സ് സ്ട്രൈറ്റ് കളിക്കാൻ കുറച്ച് ശ്രമിച്ചിരുന്നു. ആള് സ്ട്രൈറ്റ് ഫസ്റ്റ് പണിഷ് ചെയ്ത് ലാസ്റ്റ് മാച്ചസിൽ സഞ്ജു കുറച്ച് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യം സഞ്ജു കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ആ സെമി ഫൈനൽ ആ പ്രഷറിലും ആർച്ചറിനെ പോലുള്ള ഒരു വേൾഡ് ക്ലാസ് ബോളറിനെ സഞ്ജു ഫേസ് ചെയ്ത രീതി കാര്യങ്ങൾ സത്യം. ആങ്കർ ഗെയിം കളിച്ചു, ലൈക്ക് നമ്മൾ പറയില്ല ആങ്കർ ഗെയിം കളിക്കുന്ന സമയത്ത് ആങ്കർ ഗെയിം കളിക്കണം. ഇപ്പൊ അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആള് എന്ന് പറഞ്ഞ പക്ക സേവാഗ്, നിങ്ങൾ എന്തുവേണേ അപ്പുറത്ത് കാണിച്ചു. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാണ്. അഭിഷേകിന്റെ സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ അഭിഷേകിന്റെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ്. ലൈക്ക് അഭിഷേക് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൈയൊക്കെ കറക്കി ലൈക്ക് ഞാനാണ് ഇവിടുത്തെ ഹീറോ, മനസ്സിലായ ഞാൻ ചിലപ്പോൾ ഡക്കേ പോകും, അത് സ്വാഭാവികം. പക്ഷെ അഭിഷേകിന് ആ കോൺഫിഡൻസ് ഉള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ടീമിൽ അവൻ ഉണ്ടാവും, അത് അവനറിയാം. ആൾക്കാരുണ്ട്. അതാണ് ആ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് സഞ്ജുവിന്റെ ആ ഒരു കളി കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത് നോട്ട് ചെയ്തൊരു കേസാണ്. ഫസ്റ്റ് ഒരു സഞ്ജു ഫ്ലോപ്പ് ആയില്ലോ, ഓൾറെഡി ബാറ്റിംഗ് ഫ്ലോപ്പ് ആയി. ഫീൽഡ് ചെയ്യുമ്പോൾ സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഇത് അന്ന് ലൈവ് ഉണ്ടവർക്ക്, നിങ്ങൾക്ക് ടി വിയിൽ ഉണ്ടവർക്ക് അറിയില്ല, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ടതാണ്. സഞ്ജുവിന്റെ ഭാഗത്ത് വലിയ അറ്റംപ്റ്റുകളില്ല, ഫീൽഡിംഗ് അറ്റംപ്റ്റ്സ് ഭയങ്കര കുറവ്, 50-50 ചാൻസ് ഒന്നും ആൾ ട്രൈ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചൊരു നെഗറ്റീവ് പോയിന്റ് ആണ്, ഒരു 5 വിക്കറ്റ് ഒക്കെ ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലാൻഡിന് എടുക്കുമ്പോൾ ലൈക്ക് ഫിൻലൻഡ് വിക്കറ്റ് പോകുമ്പോൾ സഞ്ജു വരുന്നില്ല ക്ലാപ്പ് ചെയ്യാൻ. ലാസ്റ്റ് 6ാമത്തെ 7ാമത്തെ വിക്കറ്റ് പോകുമ്പോഴാണ് അർഷദീപിന്റെ അടുത്തേക്ക് സഞ്ജു ബൗണ്ടറി ലൈനിൽ ഓടി വന്നിട്ട് ഓക്കെ ഞാൻ ഒരു ക്ലാപ്പ് ചെയ്യാം എന്തുകൊണ്ട് സഞ്ജു അവിടെ നിന്ന് വരുന്നത് റൺ ചെയ്തിട്ട് ലൈക്ക് വാക്ക് ചെയ്തിട്ട് അതുവരെ ബോൾ ബോയ്സിനോട് സംസാരിച്ച് നിൽക്കുക. അപ്പൊ ഈ ക്രൗഡ് ആകെ ഇതായി. സോ ടോട്ടലി ആൾക്കാർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ നമ്മുടെ ഓൾറെഡി വാട്സാപ്പിൽ ചർച്ച ചെയ്തിട്ട് തോന്നുന്നു സഞ്ജുവിന്റെ കോൺഫിഡൻസ് അവിടെ. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഇപ്പൊ സഞ്ജുവിന് സ്വന്തം നാട്ടിൽ വന്നിട്ട് സഞ്ജുവിനൊന്നും ഫോം ആവാനായിട്ട് പറ്റിയിട്ടില്ല. പുള്ളിയുടെ കോൺഫിഡൻസ് എല്ലാം പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു വേൾഡ് കപ്പിൽ സഞ്ജു കയറി പോകുന്നതും പിന്നെ അവിടെ നിന്നെല്ലാം സഞ്ജുവിന്റെ ആ ഒരു ശരിക്കും പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നമ്മള് കണ്ടേ. സഞ്ജുവിന് ഇതിനും നല്ലൊരു ഡ്രീം മൊമെന്റ് ഉണ്ടാവും എനിക്കറിയില്ല. കാരണം ഇത്രയും തഴഞ്ഞിട്ട് അവസാനം വന്ന് എന്താ പറയാ വേൾഡ് കപ്പിൽ കോഹ്ലി വരെ സ്റ്റോറി അപ്രീഷിയേറ്റ് അത് പറയുമ്പോൾ എടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇന്ത്യക്ക് മുൻപ് 2016 ഇതെല്ലാത്തിനും ഞാൻ വിരാന്റെ പേര് പറയുമ്പോൾ എല്ലാവരും ഞാൻ വിരാട് ആരാധകനാണ്. പക്ഷെ നമ്മൾ എന്ത് എക്സാമ്പിൾ എടുക്കുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് കണ്ടെത്തുന്നത്. സോ അതിന് കുറ്റം പറയാൻ ആർക്കും ഉണ്ടാവില്ല. സോ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. 2016 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2016 വേൾഡ് കപ്പ് നമ്മൾ തോറ്റു സെമിയില്, ലൈക്ക് വെസ്റ്റ് ഇൻഡീസിനോട് നമ്മൾ തോറ്റു. പക്ഷെ അതിന് മുൻപുള്ള അത് സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ, അതിന് മുന്നേ നമ്മൾ ഒരു നോക്കൌട്ട് പാകിസ്ഥാനോട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് ആണെന്ന് തോന്നുന്നു, മസ്റ്റ് വിൻ മാച്ച് ആയിരുന്നു. ഇതിൽ 3നും വിരാട് 50 സംതിങ്, പിന്നെ 80, പിന്നെ 80, ലൈക്ക് 3ലും വരിവരിയായിട്ട് അടിച്ചിട്ടുണ്ട്, മാച്ച് നോക്സ് കളിച്ചിട്ടുണ്ട്. അതും ആള് മാത്രം അടിക്കുന്നുള്ളൂ ആ സമയത്തൊക്കെ, ആരും വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല. സെയിം ലൈക്ക് ഇപ്പൊ ഇവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഡിഫറെന്റ് കേസാണ്. പക്ഷെ ഒരു മാൻ ഓഫ് ദ ടൂർണമെന്റ് ആണ്, സെയിം ലൈക്ക് സഞ്ജു. 3 മാച്ച് നീ കണ്ടിന്യൂസ് അടിക്കാന്ന് പറഞ്ഞാൽ അത് മാച്ച് നോക്ക് കളിക്കുന്ന ഇറ്റ്സ് നോട്ട് ഈസി. അത് ഈസി അല്ല. അവസാനം അത് 3 കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ മാൻ ഓഫ് ദ ടൂർണമെന്റ് 5 ഇന്നിംഗ്സ് സഞ്ജു അന്ന് 360 റൺസ് സംതിങ് അടിച്ചെടുത്തത്. അതും ചില്ലറ കേസല്ല, ഡ്രീം ഗെയിം ആണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇനി സഞ്ജുവിനെ ഇനി T20 ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു സാധ്യത ഇല്ലാന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് IPL നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതാണ് നമ്മൾ അതും പറയണം. നമ്മളൊരു സമയത്ത് ക്യാപ്റ്റൻ ചർച്ചയിൽ വരെ സഞ്ജുവിന്റെ പേര് ഒന്നും കേട്ടിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് അറിയാം സൗത്ത് ഇന്ത്യൻസിനെ അവർ ക്യാപ്റ്റൻ ആക്കില്ല എന്നുള്ളൊരു ദൃഢമായ തീരുമാനം പണ്ട് തൊട്ടേ BCCI എടുത്തിട്ടുണ്ട്. അതെ അതെ, നമുക്കൊരു മറന്നില്ല. ഒരു പ്ലേസ് സഞ്ജുവിന്
സഞ്ജു ഡിസേർവ് ചെയ്യുന്നുണ്ട് ടീമില്. ഇപ്പൊ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്ന പോലെ ഇപ്പൊ സഞ്ജു, അഭിഷേക് അങ്ങനത്തെ ഒരു കമ്പാരിസണിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം ഋഷഭ് പന്തിന് ബാക്ക് ചെയ്ത പോലെ ബാക്ക് ചെയ്യുന്നുണ്ടോ? ഋഷഭ് പന്തിന് ബാക്ക് ചെയ്ത പോലെ ആ പരിക്ക് പറ്റിയിട്ട് പോലും അവനെ ബാക്ക് ചെയ്തതിന്റെ ഒരു പകുതിയിലൊരു അംശം സഞ്ജുന് സഞ്ജുന് കിട്ടുന്നത് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അവര് ബെസ്റ്റ് പെയർ ആണ്. അഭിഷേക് ആയാലും സഞ്ജു ആയാലും. ഇപ്പൊ സഞ്ജു ഓപ്പണിംഗ് വരുമ്പോ തന്നെ ടീമിന്റെ ആ ഒരു കോൺഫിഡന്റ് തന്നെ വേറെ. അത് നമ്മളെ വേൾഡ് കപ്പിൽ കണ്ടതാണ്. പ്ലേയേഴ്സ് എല്ലാം അത്രയും നാളും ഒരു ചത്തു കിടക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ആ ഒരു ലാസ്റ്റ് 3 മാച്ചസ് അല്ലെങ്കിൽ 4 മാച്ചസ് സിംബാബ്വെ ആയിട്ടുള്ള മാച്ചസ് തൊട്ട് ഭയങ്കര എനർജറ്റിക് ആയി അവരൊക്കെ. ശരിക്കും സഞ്ജു അഭിഷേക് എന്നുള്ള അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് സഞ്ജുനെ എന്തുകൊണ്ട് മാറ്റുന്നു. അഭിഷേക് ഓക്കെ, പക്ഷെ അവിടെ ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ പോലെ ഒരു പ്ലെയർ അവിടെ വേണം. ഇപ്പൊ പല ഇന്റർവ്യൂസിലായാലും കാര്യങ്ങളായാലും സഞ്ജുവിന്റെ കൂടെ കളിക്കുന്ന അവര് തന്നെ പറയുന്നുള്ളതാണ്, സഞ്ജു ഭായി വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി പ്ലേ. പക്ഷെ അതിനെല്ലാം ആ സഞ്ജുവിന്റെ ആ ഒരു കൊടുക്കുന്ന ഇവരത് ചെയ്യുന്നില്ല. ഏത് മാനേജ്മെന്റ് അത് കീപ്പ് ചെയ്യുന്നില്ല. പ്ലേയേഴ്സിന് അറിയാം സഞ്ജുവിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്, പക്ഷെ മാനേജ്മെന്റ് അത് കീപ്പ് ചെയ്യുന്നില്ല. സഞ്ജു 2 കളി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ സഞ്ജുവിനെ വിഡ്രോ ചെയ്യാം. ഇപ്പൊ തന്നെ എന്ത് തിരക്കിനാണ്, ഇപ്പൊ എന്ത് അർജൻസിയാണ് ഇവിടെ ഉള്ളത് സൂര്യവംശിനെ കളിപ്പിക്കാനായിട്ട്. സെറ്റ് ചെയ്ത് ടീമിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അതൊക്കെയാണ് അവനിപ്പോ എൻജോയ് ചെയ്യാനായിട്ട് അനുവദിക്കണ്ടേ. അല്ലാതെ ഓടിപ്പോയി അതന്നെയാണ് പുള്ളി പറഞ്ഞത്. ഞാൻ എന്റെ ബാറ്റിംഗ് ശൈലിയോ ഒന്നും ഞാൻ ഇനി മാനേജ്മെന്റ് സെലക്ഷന് വേണ്ടി ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നത്. 33 വയസ്സായി, ഇനി എനിക്ക് വളരെ കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. അപ്പൊ ഞാൻ ആ ഉള്ള കാലങ്ങൾ സ്പോർട്സ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇവര് ടീം ഉറപ്പാണ് ഇതിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തും. ഇപ്പൊ ഒളിമ്പിക്സിൽ എന്തായാലും ഉണ്ടല്ലോ, ഒളിമ്പിക്സിൽ സ്ക്വാഡിന് സഞ്ജു ഉണ്ട്, ഇൻക്ലൂഡ് ആണ്. ഇപ്പൊ അതുവരെയുള്ള എന്താന്നുള്ളത് കണ്ടറിയാം. അല്ല, ഇവര് ഇത്രയും റൊട്ടേറ്റ് ചെയ്തിട്ട് എന്തിനാണ്? ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ബെഞ്ച് നമുക്ക് 2 ഉണ്ട്. അതില് ഇനിയും പരീക്ഷ അവര് എനിക്ക് മനസ്സിലാവാത്ത ജയ്സ്വാളിനെ പിന്നെ എന്തിനാണ് ഒരു ടീമിൽ ഇടക്കിടക്ക് മാറ്റി ജയ്സ്വാൾ ഒരു പാവമാണ്. നമ്മൾ സഞ്ജുവിനെ പറയുന്ന പോലെ നമ്മൾ ശരിക്കും ജസ്റ്റിസ് ഫോർ ജയ്സ്വാൾ എന്ന് പറയണം. കാരണം ആളുടെ പീക്ക് ഫോം ഒരു ചിലപ്പോൾ ഈ വർഷം കഴിഞ്ഞ ആളെ കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടോ അറിയില്ല, ഈ രാജസ്ഥാനിലെ ആള് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് അത് ടോപ്പിക്ക് നമുക്ക് വേറെ പിന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം വൈഭവ് വേഴ്സസ് ജയ്സ്വാൾ ടോപ്പിക് തന്നെയാണ് സംസാരിക്കാൻ. ശരിക്കും രാജസ്ഥാൻ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ ഈ വർഷം കൂടി ജയ്സ്വാൾ രാജസ്ഥാനിൽ കളിക്കുള്ളൂ. കാരണം വൈഭവ് അപ്പുറത്ത് നിന്ന് അടിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരും പ്രഷറാ. കാരണം അവ അടിക്കുന്നുണ്ട്. ട്രെൻഡ് മാറി ആക്ച്വലി. ഇപ്പൊ രാജസ്ഥാന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഭവായി. ആങ്കർ ഗെയിം ഇല്ല അവർക്ക് ആങ്കർ ഗെയിം വേണ്ട. ആങ്കർ ഗെയിം ഒക്കെ പരാഗേട്ടൻ ഉണ്ടല്ലോ. ആങ്കർ ഫേസിൽ മാത്രമേ ആങ്കർ ഉള്ളൂ, വേറെ ആങ്കർ ഒന്നും ഇല്ല. അത് വേറെ കേസ്. സോ ഇവിടെ ജയ്സ്വാൾ അത് കഷ്ടപ്പെടാണ്. മീൻസ് പരാഗ് അടിക്കണം, അപ്പൊ ഞാനും അടിക്കണം. അവനടിച്ചില്ല ഞാൻ അടിക്കാം. പക്ഷെ അതുകൊണ്ട് ജയ്സ്വാൾ ഒരുപാട് കഷ്ടപ്പെടുന്ന മാച്ചസ് ഉണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിലേക്ക് തിരിച്ചു വരാം. സോ ഇവര് പറഞ്ഞ പോലെ WV രാമൻ സാർ പറഞ്ഞ പോലെ തന്നെ സഞ്ജുന് ബോൾ മൂവ്മെന്റിൽ ആ ഒരു ബാറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. എത്ര പേര് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ അങ്ങനെ കളിക്കുന്നുണ്ട്. ശിവൻ രൂപയ്ക്ക് അങ്ങനെ കളിക്കാറില്ല, അഭിഷേക് അങ്ങനെ കളിക്കില്ല. എത്ര പേര് അങ്ങനെ ബോൾ മൂവ്മെന്റിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അത് പറയാം, ടെക്നിക്കലായിട്ട് കളിക്കുന്ന എത്ര പേരുണ്ട്? ആദ്യം KL രാഹുൽ മാത്രമാണ് ക്വാളിഫൈഡ് ബാറ്റ്സ്മാൻ ശരിക്കും പറയുകയാണെങ്കിൽ. ടെക്നിക്കലി ഫുള്ള് ടെക്നിക്കലായിട്ട് കളിക്കുന്നത്. പക്ഷെ അങ്ങനെ ടീമിലില്ല. സോ അതിന്റെ ആവശ്യത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ. കാരണം ഫ്ലാറ്റ് പിച്ചസ് ആണ്. വരിക, അടിക്കുക, പോവുക, കയറുക, അത്രേ ഉള്ളൂ. 10 ബോൾ കിട്ടുക, മിനിമം 25 റൺ അടിക്കുക, അതാണ് ഒരു ലക്ഷ്യം. 25 പോരാ, പിന്നെ ഞാനതൊരു അത് എന്താ പറയാ 25 അത്ര അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ തോന്നുന്നു. വിക്കറ്റ്സിനെക്കാളും എല്ലാവരും ഇപ്പൊ ഒരു ഡൈനാമിക് പെർഫോമൻസ് സ്റ്റാർട്ടിങ് ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. അല്ലാണ്ട് ഒരു ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കളി ഞാനിപ്പോ സത്യം പറയുന്നത് ഇപ്പൊ ഉണ്ടോന്ന് പോലും അറിയില്ല. ഐ മീൻ നമ്മുടെ രോഹിത് ശർമ്മയും ശിഖർ ധവാനും കോഹ്ലിയൊക്കെ കണ്ടിന്യൂ ചെയ്ത് കളിച്ച് വന്നൊരു ഗെയിമിംഗ് പ്ലേയിങ് സ്റ്റൈൽ അല്ല. അത് മാറി, എല്ലാം മാറി, മാനേജ്മെന്റ് മാറി, കൾച്ചർ മാറി, മാനേജ്മെന്റ് മാറി, പ്ലേയിങ് സ്റ്റൈലിൽ മാറി. IPL കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 200-250 താഴെ സ്കോറേ വരാത്ത പോലെയാണ് ഇപ്പൊ കളിക്കുന്നത്. അത് ക്രിക്കറ്റ് നാശമാണെന്നും പലരും പറയുന്നുണ്ട്, എക്സ്പെർട്സ്. ഇങ്ങനെ പോകണമെങ്കിൽ ക്രിക്കറ്റിന് അത് നാശമാണ്. കാരണം ബോളേഴ്സിന് ബോളിംഗ് മെഷീൻ വെച്ചാൽ മതി. ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോളിംഗ് യൂണിറ്റ്സ് എന്ത് വീക്കാണ്. അത് നമുക്ക് വലിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യണം. ബോളിംഗിന്റെ കാര്യം ഈ വേൾഡ് കപ്പ് ആകുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ഈ ഭുവനേശ്വർ കുമാറൊക്കെ ഇനി എന്ത് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ബോളിംഗ് ലൈനപ്പ് നിൽക്കുന്ന പോലെയല്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പൊ ബുംറ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്നെ ട്രോൾ ആയിരിക്കും, പക്ഷെ എനിക്ക് അത്രയും പഴയ എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും ഒരാള് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക്
ഇപ്പൊ ഷമി ഉണ്ട്, ഭൂവി ഉണ്ട്, സിറാജ് സിറാജ് വരെ ഉണ്ട്. സത്യം. നമുക്ക് ഇപ്പൊ സ്ക്വാഡിൽ നോക്കാന്നുണ്ടെങ്കിൽ ഓക്കെ ബുംറ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഹോപ്പ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു ബൗളർ ഇല്ല. പഞ്ചാബി നാസിക് ദോളായിട്ടാണ് ഹർഷദീപ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് ബോളറിനെ പേസറിനെ കിട്ടിയെന്നുള്ള ആശ്വസിച്ച് ഇപ്പൊ പുള്ളിയൊക്കെ ഏതാ ലെവലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. ഇല്ല, സത്യം. ഔട്ട്സ്വിംഗ് ഇൻസ്വിംഗ് വരെയും മാറി മാറി വരെയും ഇവരുടെ റൈറ്റ് ഹാൻഡ് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പറയാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബോളർ ഇല്ല. അത് വലിയൊരു പോരാൻ കയറുന്നു. ബോളിംഗ് ടീമിൽ പോലും ലാസ്റ്റ് ഒരു വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ 1.5 വർഷത്തോളമായിട്ട് ബോളിംഗ് ടീമിൽ തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലെയാണ്. ബോളേഴ്സ് തമ്മിൽ തന്നെ ഒരു സിങ്ക് ഇല്ല, കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ടീമിൽ തന്നെ ഒരു ഫിക്സഡ് പ്ലേയേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ്, അവർക്ക് തമ്മിലുള്ള കോർഡിനേഷൻ ഡിഫറൻസ് എല്ലാം എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ടീമിൽ തന്നെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അത് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി തന്നെ വലിയ ടോപ്പിക് ചർച്ച ചെയ്യാനുണ്ട്. എന്തായാലും ഞാൻ നിർത്തില്ല, ഈ ടോപ്പിക്കിനെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്തായാലും എന്റെ ഭാഗം ക്ലിയർ ചെയ്താം. ഇതോടെ എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിർത്താം. സോ എനിക്കിപ്പോ പറയാനുള്ളത്, ലൈക്ക് ഞാൻ എക്സാമ്പിൾ പിന്നെയും ഇയാളെന്റെ വിരാട് കോഹ്ലിയെ പറയുക, പിന്നെ ഒരു എക്സാമ്പിൾ വിരാട് കോഹ്ലിക്ക് എത്തും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു വലിയൊരു സീരീസിന്റെ ക്യാപ്പ് അല്ലെങ്കിൽ വലിയൊരു IPL ടൂർണമെന്റ് കണ്ടു വിരാട് കോഹ്ലി പിന്നെ ഒരു ഗെയിം കളിക്കാൻ വരുന്നത്, മനസ്സിലായോ? സോ അത് വന്നു വിരാട് പിന്നെ ഫോമൗട്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വിരാട് റണ്ണ് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടി. വിരാട് ആദ്യത്തെ മാച്ച് പോയി, പിന്നെ 2 മാച്ച് ആൾ സെറ്റായി. കാരണം ടീമായിട്ട് ജെല്ലായി, ആ അറ്റ്മോസ്ഫിയറായിട്ട് ജെല്ലായി. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ സഞ്ജുവിന്റെ കേസ് പറഞ്ഞത്. സിംബാബ്വെ ടൂർ ഈസ് ബെസ്റ്റ് ചാൻസ് ആയിരുന്നു BCCIക്ക് സഞ്ജുവിനെ ഓഫർ ചെയ്യാൻ പറ്റിയത്. കാരണം അത് സഞ്ജു ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ അവന് കോൺഫിഡൻസ് തിരിച്ചു കിട്ടും. അവന്റെ ട്രാക്ക് റിതം, ഒരു ബാറ്റ്സ്മാന്റെ റിതം തിരിച്ചു കിട്ടും. അവൻ തന്നെ ഹാപ്പി ആവും. ഇത് അവന് പറഞ്ഞ കാരണം സിമ്പിൾ, ഒരു വേർഡിൽ തീർത്തവര് റെസ്റ്റ്. എന്തിനാ റെസ്റ്റ്? സഞ്ജു മല മറച്ച് നിൽക്കുകയാണ് ടീമിൽ ഇപ്പോ. എന്തിനൊക്കെ പോകുന്നത് തിലക്കൊക്കെ എന്തിനാ ടീമിൽ ആക്ച്വലി? തിലകിന്റെ അതൊക്കെ രജത് പട്ടിദാറിനോട് വേറെ എന്തോ പ്ലാൻ ഒരു ഉദ്ദേശിക്കുന്നത്. രജത് പട്ടിദാറിനെ ഒക്കെ പിന്നെ കൊണ്ടുവരാൻ എനിക്ക് അറിയുന്നില്ല. സിംബാബ്വെ സീരീസിലോ ഇംഗ്ലണ്ട് സീരീസിലോ ഏതിലാണ്ട് ഒരു 50+ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഫുള്ള് പിടിച്ചു നിൽക്കാനുള്ള ഒരു വകുപ്പ് അതിലുണ്ട്. സിംബാബ്വെ ചെറിയ ടീമായിട്ട് കാണുന്നില്ല. പക്ഷേ സിംബാബ്വെ നമുക്ക് അറിയാം, ഈ വേൾഡ് കപ്പിലൊക്കെ ലാസ്റ്റ് 2 വേൾഡ് കപ്പിൽ നല്ല പ്രകടനമായിരുന്നു. ലാസ്റ്റ് 2 അല്ല 4 വേൾഡ് കപ്പിൽ നല്ല പ്രകടനമായിരുന്നവര്. പക്ഷേ ലൈക്ക് സിംബാബ്വെനെ കടിക്കാവുന്ന ടീമാണ് നമ്മളും സ്റ്റിൽ ഇപ്പോഴും നമുക്ക് അതിന്റെ ആധിപത്യം ഉണ്ട്. സോ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന സഞ്ജുവിന് ഇനി വരുന്ന ഒരു മാച്ചുകളിൽ അവസരം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സഞ്ജു കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സഞ്ജു ഫോം ആവണമെന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ദിസ് ഈസ് മൈ സ്റ്റേറ്റ്മെന്റ്. സോ നമുക്ക് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വിഷ്ണു ലാസ്റ്റ് പറയണ്ടോ? എനിക്ക് ഈ കോൺട്രവേഴ്സീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ടോപ്പിക് തന്നെ എടുക്കാനും കാരണം ഈ പറഞ്ഞ സഞ്ജു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളം ചാനൽസും അല്ലെങ്കിലുള്ള നോർത്ത് ഇന്ത്യൻ ചില മന്ന പത്രങ്ങൾ പോലുള്ള ടീമുകൾ എടുത്തിട്ട് ഇപ്പോഴത്തെ സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തതും ഈ പറഞ്ഞ എലിപ്പന്തെ അല്ലെങ്കിൽ സഞ്ജുവിന് ഇഷ്ടപ്രകാരം ബാറ്റ് ചെയ്യും ഒരാളും പറയണ്ട എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് സഞ്ജു അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേൾഡ് കപ്പിന് മുന്നേ എടുത്തൊരു കാരണമാണ് അത് തന്നെയാണ് സഞ്ജുവിനെ ഒരു പക്ഷേ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടും ഇത്രയും പ്രഷറിന്റെ അണ്ടറിൽ വന്നിട്ട് പോലും സഞ്ജുവിന് ഇത്രയും അധികം കളിക്കാനും ഈ സാധിച്ചതും. അത് സഞ്ജുവിന്റെ മൈൻഡ് സെറ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പ്ലേയിങ് സ്റ്റൈലും എല്ലാ കാര്യത്തിലും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസിന്റെ മെയിൻ റീസൺസ് ആണ് പുള്ളി പറഞ്ഞത്. ഒരു റേസിലില്ല എന്നും സ്വന്തം ടീമിനോടല്ല മത്സരിക്കുന്നത്, ഒപ്പോണന്റ് ടീമിനായിട്ടാണ് മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം സഞ്ജു പറഞ്ഞത്. അതിനെ അടിസ്ഥാനമാക്കി പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട് ആക്ച്വലി. സഞ്ജു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിൽ ടീമിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇത് നടക്കുന്ന പോലെയാണ്. ഈ മാനേജ്മെന്റ് ഡിസിഷൻസ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് കഴിഞ്ഞ സീരീസിൽ എല്ലാത്തിലും പ്ലെയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഷഫിൾ ചെയ്യാം. അത് വേറെ ഒരു ടീമിൽ കാണാത്തൊരു സംഭവം. നമ്മളെ ഇതില് ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ കാണിക്കുമ്പോൾ IPL ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി ഇതാണ്. അത്രയും നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആണ്, ഭയങ്കരമാണ്. ഇതിലെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുപോകാൻ കോഹ്ലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് അതാ മനസ്സിലാക്കുന്നത്. കോഹ്ലി പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, IPL പെർഫോമൻസ് വെച്ചിട്ട് ഒരു പ്ലേയേഴ്സിനെ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ പറഞ്ഞതിന്റെ പ്രസക്തി എന്താണെന്ന് ഇപ്പഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പൊ IPL ബേസ് ചെയ്തിട്ടാണ് ഒരു ടീം എടുക്കുള്ളൂ. ഇപ്പൊ IPL ബേസ് ചെയ്ത് പ്രിൻസ് യാദവിനെയൊക്കെ ടീമിലേക്ക് എടുത്തേക്കുന്നത് എന്ത് കണ്ടിട്ടാന്നുള്ളത് ഇപ്പോഴും ഐഡിയ ഇല്ല. പ്രസീദ് കൃഷ്ണ കാലങ്ങളായിട്ടുണ്ട് ടീമിൽ അടികൊണ്ട് പറയുന്നത്. പരിക്കുകൊണ്ട് കളിക്കാണ്ടിരുന്ന ഹർഷദിനെയൊക്കെ പിടിച്ച് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഏർപ്പെടുത്തി BCCI അല്ല അങ്ങനത്തെ ചില വൈൽഡ് സെലക്ഷൻസ് കാണുമ്പോഴാണ് സഞ്ജുവിന് അതാണ് പ്രസീദ് കൃഷ്ണ നമ്മൾ എടുത്തു പറയണം. പ്രസീദ് കൃഷ്ണക്ക് ലൈനിൽ ലെങ്ത് ലാസ്റ്റ് ഒരു 10 മാച്ചായിട്ട് ഇല്ല, ഒരു സാധനമേ അങ്ങേർക്കില്ല. പക്ഷെ ആളിക്കൊന്നും ആ ടീമിൽ കിട്ടിയ അവസരം ആൾ എൻജോയ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവസരം കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഇപ്പോഴും ഇല്ല. പക്ഷെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് കൊടുത്തിട്ടല്ലേ ബാക്കിയുള്ള ആൾക്ക് കൊടുക്കണുള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സൗത്ത് ഇന്ത്യൻ
നോർത്ത് ഇന്ത്യൻ. അതെ എന്റെ പോയിന്റ് ഒരിക്കലും അഭിഷേകിനെ മാറ്റി അവിടെ സഞ്ജുവിനെ കളിപ്പിക്കണം എന്നുള്ളതല്ല. എന്റെ ഇപ്പൊ നിലവിൽ ഒരു കറന്റ് സ്റ്റാറ്റസ് വെച്ചിട്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ബെസ്റ്റ് കോംബോ അവര് തന്നെയാണ്, അഭിഷേക് സഞ്ജു. കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ സഞ്ജുവിനെ അവിടെ മാറ്റി വൈഭവനെ പോലെ ഒരു അപ്കമിങ് പ്ലെയറിന് ഇപ്പൊ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് അവിടെ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അതാണ് ഇപ്പൊ നമ്മുടെ ലെജൻഡറി പ്ലെയേഴ്സ് ആയിട്ടുള്ള ശ്രീകാന്ത് ആയാലും അശ്വിനായാലും ഇവരൊക്കെ ചോദിക്കുന്നതാ, എന്തിനിപ്പൊ തന്നെ അവനെ ഈ പ്രഷർ കൊടുക്കണം? വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ് ടീമിന്റെ കൂടെ നിർത്തി ആ ടീമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാൻ വേണം അവനെ. അതിന് ശേഷം ഇപ്പൊ തന്നെ ഇൻക്ലൂഡ് ആക്കി എന്തിനെത്ര ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുള്ള? അപ്പൊ ഇത്രയും നല്ല നമുക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് നേടുന്ന ഒരു പ്ലെയറിനെ ബാക്ക് ചെയ്യാതെ ഈ കാണിക്കുന്നതൊക്കെ ഒരിക്കലും നമുക്ക് ആസ് എ ഫാൻ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സഞ്ജു ഫാൻ എന്നുള്ളതല്ല, ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സൂര്യവംശി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിനെ പറ്റിയിട്ട് യാതൊരു പ്രശ്നമില്ല. അത് നമുക്കൊരു പാർട്ട് ടു ചെയ്യണം. ആ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ പറ്റി ഒരു പാർട്ട് ടു നമുക്ക് ചെയ്യണം. അത് നമ്മൾ ഈ ടോപ്പിക്ക് നമ്മൾ ഇനിയും പറഞ്ഞു പോയത് നിൽക്കില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കിതിൽ ആരംഭമായിട്ട് കാണാം. അതെ, സോ ഞാനും അതിന് ആഗ്രഹിക്കുന്നത് ലൈക്ക് സഞ്ജു തിരിച്ചു വരണം. സഞ്ജുവിന് ഒരു കംബാക്കിന്റെ ആവശ്യമൊന്നുമില്ല. പുള്ളിക്കാരൻ ഒരു 10 മാച്ച് ത്രോ ചെയ്ത് കൊടുത്താൽ മതി. രവിശാസ്ത്രിക്ക് പറഞ്ഞത് 10 മാച്ച് കൊടുത്തിട്ട് നിങ്ങൾ അത് ഫ്ലോപ്പ് ആവണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ആളെ മാറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്യും. 10 മാച്ച് കൊടുക്ക്, എന്നിട്ട് നമുക്ക് കാണാം. അത് ഞാൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഐ സ്റ്റിൽ ബിലീവ് ഇൻ ഗാംബിയർ. സീരിയസ്ലി ഐ ലവ് ഗാംബിയർ. ഞാൻ ഗാംബിയർ ഹേറ്റർ ആയിരുന്ന സമയത്ത്, പക്ഷെ കുറെ കാലം അറിയാൻ പറ്റിയപ്പോൾ ഗാംബിയറിനെ പറ്റിയിട്ട് കുറെ തെറ്റുകാരങ്ങളുണ്ട്. ഗാംബിയർ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല പബ്ലിക്കലി ആ ചില കാര്യങ്ങളൊന്നും. ലൈക്ക് എന്നെ പറ്റി നല്ലതെല്ലാവരും പറയണം അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. സോ ലൈക്ക് ഐ സ്റ്റിൽ ബിലീവ് ഗാംബിയർ സഞ്ജുനെ ബാക്കി. ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ്. ഇതിലെന്തായാലും നമ്മൾ പറഞ്ഞതിൽ തെറ്റുകൾ അതെല്ലാം ഉണ്ടാവും. സോ കാണുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ അത് യു ക്യാൻ കമന്റ് ഇറ്റ്, നോ വറീസ് അറ്റ് ഓൾ. അതൊക്കെ നമ്മൾ തിരുത്തുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ, ഫസ്റ്റ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.